ഇത് പിറ്റ്. ഇതാ ഇവിടെയാ കുട്ടിയിരിക്കുന്നത്. നമ്മൾ ഇപ്പൊ കുഴിക്കുന്ന കുഴി ഇതാ ഇവിടെ വരെ കുഴിക്കണം. ഇവിടെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. എങ്ങനെ? അത് വല്ല പലകയോ കട്ടപ്പാരയോ വല്ലതും വെച്ച് ബ്ലോക്ക് ചെയ്യണം. കുഞ്ഞിരിക്കുന്ന കുഴിക്കും നമ്മൾ എടുക്കുന്ന കുഴിക്കും തമ്മിൽ 6 അടി അകലമില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നേ? ഇപ്പൊ നമ്മൾ കുഴിക്കുന്ന കുഴിയുടെ അടിവശം കുറെ കൂടി ചരിച്ചു വെട്ടി മറ്റേ കുഴിയിലേക്ക് ഒരു പാസേജ് ഉണ്ടാക്കണം. യു മീൻ ലൈക്ക് എ ടണൽ? അതെ, ഒരു ചെറിയ തുരങ്കം. ആ തുരങ്കത്തിലൂടെയാണല്ലോ നമ്മൾ കുഴി ബ്ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതെ. അങ്ങനെയാണെങ്കിൽ അതേ തുരങ്കം അല്പം കൂടി വലുതാക്കിയാൽ അതിലൂടെ കുഞ്ഞിനെ നമുക്ക് പുറത്തെടുക്കാമല്ലോ. ഗ്രേറ്റ്. അതെ, നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ വേണം. കുട്ടിക്ക് ഈ അവസ്ഥയിൽ തുടരാൻ പറ്റില്ല. ഓക്സിജൻ തീർന്നു. ഇത്ര പെട്ടെന്നോ? നേസൽ ഫീഡിംഗ് അല്ലല്ലോ, കുറെ അധികം വേണ്ടി വരും. മോളെ മോളെ മാളൂട്ടി, മോളെ മഴക്കോളുണ്ട്, പെയ്തേക്കും. അയ്യോ, കുഴിയിൽ വെള്ളം വീഴുമല്ലോ. വണ്ടിയിലെ ടാപ്പാളും കാണുമല്ലോ. ആ വണ്ടിയിലെ ടാപ്പാളിന് കയറി എടുക്ക. വേണ്ടേ? ഓക്സിജൻ വന്നു. വെക്കണം. ഇതങ്ങോട്ട് മാറ്റേ. മോളെ വേഗത്തിൽ അവിടെ ചോക്ക്. ഡോക്ടർ പ്ലീസ് സ്പീഡ് അപ്പ്. വേഗം കൊണ്ടുപാടോ. മഴ വേണ്ടില്ലേ? ഇത് ഒരുപാട് സമയമെടുക്കുന്ന ഒരു പ്രോസസ് ആണല്ലോ. 18 അടി താഴ്ചയും 8 അടി വീതിയും വേണ്ടേ? എങ്ങനെയായാലും രാത്രി മുഴുവൻ എടുക്കും. അത്രയും നേരം കുട്ടിക്ക് കുഴിക്കാത്ത കഴിയാൻ പറ്റില്ല. ഹി കാൻ സിംപ്ലി സ്റ്റാൻഡ് ഇറ്റ്. ഡോക്ടർ, നമ്മൾ പിന്നെ വേറെ എന്ത് ചെയ്യണം? എന്തെങ്കിലും മെഷീനറി ഉപയോഗിക്കണം. മെഷീനറി എന്ന് പറഞ്ഞാൽ എർത്ത് മൂവിങ്ങുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും, റെഗോ, എക്സ്കവേറ്ററോ, സംതിങ് ലൈക്ക് ദാറ്റ്. രണ്ടും പ്രാക്ടിക്കൽ അല്ല. ഈ പരിസരത്തെങ്ങും ഇത് രണ്ടും കിട്ടാനുമില്ല. ഇനി അത് ഉള്ളിടത്തുനിന്ന് വരുത്താമെന്ന് വെച്ചാൽ തന്നെ ദിവസങ്ങൾ എടുക്കും. അല്ല സാർ, ഈ കുഴി കുഴിക്കാൻ ഉപയോഗിച്ച അതേ മെഷീൻ നമുക്ക് ഒന്നുകൂടി ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് പരമാവധി ഒരടി വട്ടമുള്ള കുഴിയല്ലേ കുഴിക്കാൻ പറ്റൂ. കാര്യമില്ല. ഒരടി വട്ടമുള്ള ഒരു കുഴി കുഴിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് അതിലെങ്ങനെ ആളിറങ്ങും? അതിലാളിറങ്ങില്ല. അത് തന്നെ പറഞ്ഞത്, അത് വേസ്റ്റ് ആണ്, ഒരു പ്രയോജനവും ഇല്ല എന്ന്. പ്രയോജനം ഉണ്ടോ ഇല്ലയെന്ന് ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയൂ. അത്ര ഉറപ്പാണെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്തോ. ഞാൻ പറഞ്ഞു ഇങ്ങ് എടുത്തു. ഫയർ എഞ്ചിൻ ഉണ്ട്, ഫയർ പാർട്ടീസ് ഉണ്ട്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഈശ്വരനെ ഓർത്ത് നിങ്ങൾ ഈ സമയം എന്റെ കുഞ്ഞിന്റെ ജീവന അപകടത്തിൽ. അത് ഇങ്ങനെ കൂടി തോന്നണ്ടേ? ഇതൊന്നും ആരും ചെയ്തു നോക്കിയിട്ടുള്ള കാര്യങ്ങളല്ല. ഇത്തരം ചുറ്റുപാടിൽ നമ്മൾ പല രീതികളും ആലോചിക്കേണ്ടി വരും. ഈ പറഞ്ഞ മെഷീൻ ഉപയോഗിച്ച് ഒരു കുഴി ഉണ്ടാക്കാമല്ലോ. അടുപ്പിച്ചടുപ്പിച്ച് കുറച്ചധികം കുഴികൾ കുഴിക്കണം. ഒരു 5-8 എണ്ണം. എന്നിട്ട് കുഴികൾക്കിടയിലുള്ള ഭാഗം മാനുവലായി തട്ടിക്കളഞ്ഞാൽ അതൊരു വലിയ കുഴിയോ. ഒരു കുഴിയെടുക്കാൻ എത്ര സമയം വേണം? 10-15 മിനിറ്റ് മതി നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു കുഴിക്ക്. അപ്പൊ 2-3 മെഷീൻ സംഘടിപ്പിച്ചാൽ പെട്ടെന്ന് കുറെ കുഴികൾ എടുക്കാം. പക്ഷേ എന്റെ അറിവിൽ ഒരു എക്യുപ്മെന്റ് ഉള്ളല്ലോ. എന്തായാലും ദാസേ, നമ്മുടെ കുര്യാക്കോസിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചെന്ന് കാര്യം പോലെ സാധനം കൊടുത്തോണ്ട് വാ. ശരി സാർ. ഒരെണ്ണം കൂടി കിട്ടുമെന്ന് നോക്ക്. വേണം വേണം. വീട് വാങ്ങിപ്പോയതായിരിക്കും. മിസ്സിനെ വേഗം വിളിക്ക. രാജി, 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 നമ്മുടെ മോളെ വിളിക്ക. രാജി, 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 മാളൂട്ടിയെ വിളിക്ക. രാജി, മോളെ, രാജി, രാജി മോളെ വിളിച്ചുണർത്തൂ. പ്ലീസ്. മോളെ, മോളെ മാളൂട്ടി. ഡോക്ടർ,
ടാക്സി ചെയ്യട്ടെ, ആംബുലൻസിൽ ഇരിക്കോളൂ. സാർ മെഷീൻ രണ്ടെണ്ണം ഉണ്ട്, പക്ഷെ അവർ അയക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതെന്താ? മുതലാളി പറയാതെ അയക്കാൻ പറ്റില്ലെന്ന്. അയാൾ അവിടെ സ്ഥലത്തില്ല സാർ. കൊണ്ടുവരാമെന്ന് ഞാൻ നോക്കട്ടെ. വന്നേ. മുതലാളിയുടെ അനുവാദം ഉണ്ടെങ്കിൽ നിന്റെയൊക്കെ വണ്ടി ഇവിടുന്ന് അനുവല്ലടാ. അങ്ങനെയല്ലേ പാടുള്ളൂ സാർ. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവന അപകടത്തിൽ അതിനിടയാണുള്ള റാസ്കൽ നിയമം പറയുന്നത്. അത് പിന്നെ നോ, ആദ്യം പറഞ്ഞനുസരിക്ക്. ബാക്കിയാരും ഞാൻ നോക്കണം. എടുക്കണം വണ്ടി. ആ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കൊടേ. കയറ്, സൂക്ഷിച്ച്. കുറച്ചുകൂടെ. മതി. റിവേഴ്സ് എടുക്ക. റിവേഴ്സ്. അവിടെ വരട്ടെ. ഒന്ന് മാറി ഇവിടുത്തെ. പിടിച്ചോ. നോക്കി നിൽക്കാതെ പോയി സഹായിച്ചു കൊടുക്കാൻ. നമ്മുടെ കാൽക്കുലേഷൻ ഉദ്ദേശിച്ച പോലെ വർക്കൗട്ട് ആവുന്നുണ്ടോ? നമ്മൾ ഉദ്ദേശിച്ച പണിയെല്ലാം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു മണിക്കൂറിൽ ടണലിന്റെ വർക്ക് തുടങ്ങും. ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മുകളിലേക്ക് പോയിക്കോളൂ. ഡോണ്ട് വറി. എന്താണ് ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടല്ലോ? എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ലല്ലോ. ഓക്സിജൻ കൊടുക്കുന്നുണ്ടോ? വേദന വ്യവസായം വരുന്നു. അവിടുത്തെ ഗ്യാസ് ലീക്കാണ്. അതുകൊണ്ട് നമുക്ക് ആ കുഴപ്പത്തിലേക്ക് പോകാം. എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാവുന്ന